ഒറ്റക്കാണെന്നുറപ്പായാൽ ആഞ്ഞു തുഴഞ്ഞോളണം. ഇനി മുങ്ങിത്താഴാതിരിക്കൽ നമ്മുടെ മാത്രം ആവശ്യമാണ്. പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരി മതി ജയിച്ചെന്നു കരുതുന്നവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. അറ്റുപോയതിനെ ഒരിക്കലും തുന്നിക്കെട്ടാൻ ശ്രമിക്കാതിരിക്കുക. ഒന്നും പഴയതുപോലെ ആവില്ല. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തി അതൊരിക്കലും വിശ്വസിക്കുകയുമില്ല. കരയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അളവിലധികം ആരിലും അലിയരുത്. ഒടുവിൽ ഒരു ഗതിയുമില്ലാതെ അലയേണ്ടി വരും. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്. പക്ഷേ സ്വന്തം തെറ്റ് കാണുക വിഷമമാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് മുട്ടിൽ ഇഴഞ്ഞു നടന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എണീറ്റ് നടക്കുന്നത്. ഇടയ്ക്കെപ്പോഴെങ്കിലും ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ ഭംഗി അറിയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഒഴിവാക്കേണ്ട ഇടത്തു നിന്ന് സ്വയം ഒഴിഞ്ഞു നിന്നാൽ എന്നെ ഒഴിവാക്കിയല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. ഒന്നിനും സമയമില്ല എന്ന ഡയലോഗ് വെറുതെയാണ്. വേണ്ടപ്പെട്ടതിനൊക്കെയും നാം സമയം കണ്ടെത്തിയിരിക്കും. തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് അസാധ്യമാണ്. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ നിങ്ങൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾക്കായി നിലകൊള്ളണം. ഒത്തിരി സ്നേഹിച്ചാൽ ഒന്നും ഒപ്പമുണ്ടാകണമെന്നില്ല. ഒറ്റപ്പെടാൻ വിധിച്ചതാണെങ്കിൽ അനുഭവിച്ചു തന്നെ തീർക്കണം. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവനോളം സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാത്തതാണ്. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹവുമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. അവരിൽ നിന്നും നാം പാലിക്കേണ്ട ദൂരത്തിൻ്റെ. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും സങ്കടവും നൽകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുമ്പ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും നിറം ഒന്നാണ്, രുചി വേറെയും. അതുപോലെയാണ് മനുഷ്യൻ്റെ സ്വഭാവവും. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തു നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ.
ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്നറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നുപോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും. ജീവൻ ഉള്ളപ്പോൾ ആരും അത്ര കണ്ട് ശ്രദ്ധിക്കില്ല. ഒടുക്കം ഒന്ന് വന്ന് എത്തി നോക്കിയിട്ട് പറയും നല്ല മനുഷ്യനായിരുന്നു എന്ന്. ഇന്ന് നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് ഇന്നലെയെ വേണ്ടാന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കാനാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. ശ്രമിക്കുന്നതിലും അവസരം നൽകുന്നതിലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. അത് ഒരു ഗുണവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും പഠിക്കും. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവരും കൂട്ടുകൂടുന്നവരും മതി നമുക്ക്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെ ഒന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനാകും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് നമ്മുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം.